ഹായ് ഓൾ, ഷാനിക്കാണ്. കുറേ പേര് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ബിഗ് ബോസിന്റെ ഓഡിഷൻ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു വഴി ഇതേ ഇപ്പോൾ തുറന്നു വന്നിട്ടുണ്ട്. അത് ബിഗ് ബോസിന്റെ കോമണേഴ്സിനുള്ള പ്രമോ വന്നിട്ടുണ്ടായിരുന്നു. കോമണേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് ഇപ്പോൾ എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അവർ പ്രൊമോസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ പ്രൊസീജിയേഴ്സ് കുറച്ച് വ്യത്യസ്തമായിട്ടാണ്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ വീട്ടിലിരുന്നിട്ട് ഒരു വീഡിയോ ചെയ്ത് അയച്ചു കൊടുക്കുക അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം മൈജിയാണ് ബിഗ് ബോസിന്റെ മെയിൻ സ്പോൺസർ. അതുകൊണ്ട് തന്നെ മൈജിയുടെ ഷോറൂമിൽ പോയിട്ട് വേണം നമ്മൾ വീഡിയോ ചെയ്യാൻ. അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ ആരാണ് വീഡിയോ എടുക്കുക? നമ്മുടെ സ്വന്തം ഫോണിലാണോ എടുക്കേണ്ടത്? ഇത് എത്ര MB ആയിരിക്കും ഇതിന്റെ സൈസ്? അത് നമ്മൾ മൈക്ക് കൊണ്ടുപോകണോ? എങ്ങനെ ഇത് അപ്ലോഡ് ചെയ്യും? ഇങ്ങനത്തെ കുറേ ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതെല്ലാം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഞാൻ നിയറസ്റ്റ് ആയിട്ടുള്ള മൈജിയുടെ ഒരു ഷോറൂമിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിലൂടെ നിങ്ങളുടെ കോമണേഴ്സ് സെൻറ്ററിലുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ ചിന്തിക്കേണ്ടത് മൈജിയുടെ നിയറസ്റ്റ് ഷോറൂം എന്നതിനേക്കാളും മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ പോകാൻ നോക്കുക. മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ മാത്രമാണ് ഈ ഒരു ഫെസിലിറ്റീസ് ഉള്ളത്. എൻ്റെ നിയറസ്റ്റ് മൈജി ഷോറൂം തിരൂരാണ്, പക്ഷേ അവിടെ ഫെസിലിറ്റീസ് ഇല്ല എന്ന് എൻ്റെ ഫ്രണ്ട് ജസീക്ക് പറഞ്ഞു. അങ്ങനെ കോട്ടക്കലുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമിലാണ് ഞാൻ പോയത്. ഇത് എക്സാക്ട്ലി സ്ഥലം വരുന്നത് നമ്മുടെ ആയുർവേദശാല ഗാർഡൻ്റെ ഓപ്പോസിറ്റാണ് മൈജി ഫ്യൂച്ചർ വരുന്നത്, ചെങ്കുവെട്ടി കോട്ടക്കൽ റോഡിലായിട്ട്. അവിടെ ഒരു ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ എൻട്രൻസിൽ തന്നെയാണ് ഈ ബിഗ് ബോസിൻ്റെ കിയോസ്ക് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം നമ്മൾ 3 മിനിറ്റിൽ താഴെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു ചെയറൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനാണ് അവിടെ ആദ്യമായിട്ട് ചെല്ലുന്നതെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് അവർക്കും കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചു, ബാക്കിയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നമ്മൾ വിളിച്ചു ചോദിച്ച് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊണ്ടുപോകുന്ന മൊബൈൽ ക്യാമറയിൽ അല്ലെങ്കിൽ ക്യാമറയിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. അവരെനിക്കൊരു മൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ മൈക്ക് ഇല്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ട്രൈപോഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സെൽഫി പോലെ എടുക്കാം. എനിക്ക് അവിടുത്തെ ഒരു സ്റ്റാഫാണ് എടുത്തതെന്ന്, അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം അവർ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഈ കിയോസ്കിനുള്ളിൽ കയറിയിട്ട് വേണം നമ്മൾ എന്തുകൊണ്ട് ബിഗ് ബോസിലെത്താൻ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണെന്നുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോടുള്ള എൻ്റെ നന്ദി ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയട്ടെ. പിന്നെ മാത്രമല്ല, ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ 50 MB താഴെയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇട്ടതിന് ശേഷം അത് 50 MB താഴെയിലോട്ട് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് bb7.geostar.com എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. നിങ്ങളുടെ പേര്, ഇമെയിൽ ID, പിന്നെ ഫോൺ നമ്പർ. നിങ്ങൾ കൊടുക്കുന്ന ഫോൺ നമ്പറിലോട്ട് അപ്പോൾ തന്നെ ഒരു OTP സെൻഡ് ചെയ്യും. അങ്ങനെ വെരിഫൈ ചെയ്യുക. അതിന് താഴെ കമൻറ്റ്സ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് BB7 ഈ ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് അത് അവിടെ ടൈപ്പ് ചെയ്ത് കയറ്റുക. ചൂസ് ഫയൽ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്ന 50 MB താഴെയുള്ള നിങ്ങളുടെ വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം ഈ ഡിക്ലറേഷൻ്റെ അവിടെ കാണുന്ന ആ ചെറിയ ബോക്സിൽ ടിക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. അതിൽ 3 ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതെല്ലാം യെസ് ഐ അഗ്രി എന്നുള്ളത് വായിച്ച് നോക്കിയതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. അവസാനം താഴെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന സബ്മിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇങ്ങനെ താങ്ക് യു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ആയി എന്നാണ് അതിനർത്ഥം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് വീഡിയോ അപ്ലോഡ് ആയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി സംശയം ഉണ്ടെങ്കിൽ വീണ്ടും അതേ പേജ് എടുത്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ നോക്കിയാൽ മതി. അപ്പോൾ അത് ഓൾറെഡി രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് കാണിക്കും. അതിനർത്ഥം നിങ്ങളുടെ വീഡിയോ സക്സസ്ഫുള്ളി അപ്ലോഡ് ആയി എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ തന്നെയാണ് ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ട്രൈപോഡൊന്നും കൊണ്ടാകാത്തതുകൊണ്ട് ഇത് എവിടെ വെച്ച് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫി പോലെ എടുത്ത് ചെയ്യാം. ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ ഹെൽപ്പ് എടുത്തതിന് ശേഷം പുള്ളിയാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് അവരോട് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് 3 മിനിറ്റാണ് ഇതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പോവുക. ബൈഹാർട്ട് ചെയ്യുക സെൻസ് നമ്മൾ എഴുതിയിട്ട് അത് ബൈഹാർട്ട് ചെയ്ത് പോവുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് എന്തൊക്കെ കണ്ടന്റ്, എന്തൊക്കെ സീക്വൻസ്, എന്തൊക്കെ ഓർഡറിൽ പറയണം എന്നുള്ളത്. കാരണം അവിടെ എത്തുന്ന സമയത്ത് മേ ബി നമ്മളിത് സംസാരിക്കുമ്പോൾ ഒരുപാട് പേര് കേട്ട് നിൽക്കുന്നുണ്ടാവും, ഒരുപാട് കസ്റ്റമേഴ്സ് ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ നോക്കുക. അപ്പോൾ അതൊന്നും മൈൻഡ് ആക്കാണ്ട് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഒറ്റ ടേക്കാണ്, സിംഗിൾ ടേക്കിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുക. 3 മിനിറ്റ് സമയം ഒന്ന് ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് ഒന്ന് കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം ഷോറൂമിൽ പോയിട്ട് ചെയ്യാൻ നോക്കുക. അവരും ഈ പറയുന്ന പോലെ ഒരുപാട് തിരക്കൊക്കെ ഉള്ള ഒരു ഷോപ്പിലോട്ടാവും നമ്മൾ പോകുന്നത്. അപ്പോൾ അവരെ നമ്മൾ മാക്സിമം ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. പെട്ടെന്ന് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ കാര്യം തീർത്തിട്ട് പോകാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. നല്ല കോൺഫിഡൻ്റ് ആയിരിക്കണം. നിങ്ങൾ എന്തുകൊണ്ട് ബിഗ് ബോസിലെത്താൻ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഈ 3 മിനിറ്റിൽ പറയേണ്ടത്. ഭയങ്കര ക്യാച്ചിങ് ആയിട്ട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ പറയാൻ നോക്കുക. നിങ്ങളുടെ സ്വന്തം മൊബൈലാണ് എടുക്കേണ്ടത്. അപ്പോൾ മൈക്ക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. വോയിസ് ഒക്കെ ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ മൊബൈലിൽ എടുക്കുന്ന എന്തായാലും സൈസ് കൂടുതലായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഇട്ടിട്ട് ഇതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുക. 50 MB 50 MB താഴെ ആക്കിയിട്ടാണ് അത് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ ഫോർമാറ്റ് പോർട്രേറ്റിലോ ലാൻഡ്സ്കേപ്പിലോ, അതായത് വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യേണ്ടത് ഈ ഒരു സൈറ്റിലാണ്. ഈ സൈറ്റിൽ കയറിയതിന് ശേഷം ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് അവർ ചോദിക്കും. അതിനുശേഷം ഈ 50 MB താഴെ റെഡിയാക്കി വെച്ചിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുക.
എന്നിട്ട് കാത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ബിഗ് ബോസ് കോമണർ കാറ്റഗറിയിൽ ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.